ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാലിയിലെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ എപ്പിസോഡിലും മാലിയെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പം മാലിയിലാണ് നിൽക്കുന്നത്. അപ്പം മാലിയിൽ നമ്മുടെ അതായത് മാൽഡീവ്സിൻ്റെ തലസ്ഥാനമാണ് മാലി എന്ന് പറയുന്നത്. മാലേ സിറ്റി എന്നാണ് പറയുന്നത്, മാലേ സിറ്റി. അപ്പം മാലേ സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ഇന്ന് നമുക്ക് ഇവിടുത്തെ വേറെ ഒരു വിശേഷം, അതായത് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാം. അപ്പം ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ മാലേ സിറ്റിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ തൊട്ടടുത്ത് കടകളുണ്ട്. അത് കൂടുതലും ബംഗാളികളുടെ ടൈപ്പ് കടകളാണുള്ളത്. അപ്പം അവിടുത്തെ നമ്മുടെ കൂടുതലും അവിടുത്തെ വിഭവങ്ങളെന്ന് പറയുന്നത് ഫിഷ്, അതായത് മീനിൻ്റെ വിഭവങ്ങളാണ്. മീൻ കൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള കറികൾ അവിടെ ഉള്ളതും കൂടുതലും അങ്ങനത്തെ വിഭവങ്ങളാണുള്ളത്. പിന്നെ വേറെ തരത്തിലുള്ള വെജിറ്റബിൾ ആയിട്ടുള്ള കറികളും കിട്ടും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു ഫുഡിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ കറി ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്തൊക്കെ നല്ല രീതിയിൽ മസാലയും അതുപോലെ നല്ല രീതിയിൽ എണ്ണയും ഒക്കെ ചേർത്ത്, കാരണം നമ്മളൊന്നും അത്രയും എണ്ണയും മസാലയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇവിടെ ഇവർ നല്ല രീതിയിൽ, അതായത് ഈ ബംഗാളികളുടെ കടയിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ അവർ നല്ല രീതിയിൽ കറികളിൽ എണ്ണയും അതുപോലെ നല്ല രീതിയിൽ മസാലയൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമുക്ക് ചായ, പാൽ ചായ എല്ലാ കടകളിലും കിട്ടും. പക്ഷേ ഇവിടെ ഇവർ കൂടുതലും ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ബ്ലാക്ക് ടീ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ പാൽ ചായ ഇവിടെ, കാരണം എനിക്കൊന്ന് പാലിൻ്റെ ദൗർലഭ്യമാണ് ഇവിടെ പശു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പാൽ ചായ അത് എല്ലായിടത്തും കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഇത് കിട്ടും, അതായത് പാൽ പൊടി വെച്ചിട്ടുള്ള പാൽ, അതുകൊണ്ടുള്ള ഒരു പാൽ ചായ നമുക്ക് കിട്ടും. അല്ലാതെ സാധാരണ നമ്മുടെ പശുവിൻ്റെ പാൽ കൊണ്ടുള്ള ഒരു ചായ ഞാനിവിടെ കടകളിൽ അങ്ങനെ നമുക്ക് കിട്ടാൻ വളരെ ദൗർലഭ്യമാണുള്ളത്. പിന്നെ പറയാന്ന് വെച്ചാൽ, നമുക്കിവിടെ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. അതുപോലെ ചിക്കൻ കറി, അതുപോലെ ബീഫ്, അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ തന്നെ അടുത്ത് തന്നെ മാലേ സിറ്റിയിൽ തന്നെ നമുക്ക് മലയാളികളുടെ കടയുണ്ട്. അതിൻ്റെ പേര് ഈവനിങ് കഫേ എന്നാണ്. അപ്പം ഈവനിങ് കഫേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളികളുടെ ആഹാര സാധനങ്ങൾ അതൊക്കെ നമുക്ക് അവിടെ കിട്ടും. പക്ഷേ ബാക്കി കടകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവങ്ങളാണുള്ളത്, ആഹാര വിഭവങ്ങളാണ്. അതിപ്പം വെജിറ്റബിൾ ആയാലും ശരി, അല്ലെങ്കിൽ നോൺ വെജ് ആയാലും ശരി, നമ്മളിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളതായിട്ടുള്ളതാണ്. എന്നാലും നമുക്കത് വളരെ വലുത് വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യത്തില്ല. എന്നാലും ചെറിയൊരു ഇതുണ്ട്, അതിൽ വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ ഇതിലും. പിന്നെ ഈ മാലേ സിറ്റിയിൽ തന്നെയുള്ള മലയാളി കടയുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മലയാളി വേറെ ഈ ഈവനിങ് കഫേ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഈവനിങ് ഫുഡ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അത് റെസ്റ്റോറൻ്റ് അല്ല, അതായത് ആഹാരം കിട്ടുന്ന സ്ഥലമല്ല. പക്ഷേ നമുക്ക് സാധനങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അതൊരു മലയാളികളുടെ കടയാണ്, ഈവനിങ് ഫുഡ് എന്ന് പറയുന്നത്. മാലേ സിറ്റി തന്നെയാണ്. ഇത് രണ്ടും മാലേ സിറ്റി തന്നെയാണ്. ഈവനിങ് കഫേയും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കിട്ടുന്ന സ്ഥലമാണ്, മലയാളികളുടെ ആഹാരം കിട്ടുന്ന സ്ഥലമാണ് ഈവനിങ് കഫേ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ ഈവനിങ് ഫുഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം, തോര, ഉഴുന്ന്, എല്ലാ സാധനങ്ങളും നമുക്കവിടെ കിട്ടും. വേറെ മലയാളി കടകളിലൊന്നും നമ്മുടെ മലയാളികളുടെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണ്. അതായത് ഇപ്പോൾ തന്നെ ഈ മാലേ സിറ്റിയിൽ നിന്നും ചിലർ ജോലി ചെയ്യുന്നത് വേറെ ദ്വീപിലായിരിക്കും, വേറെ ദൂര ഐലൻഡിലായിരിക്കും. അതായത് ഇവിടുന്നൊരു സ്പീഡ് ലോഞ്ചിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ അവിടുത്തെ കടകളിൽ നമ്മുടെ സാധനങ്ങളൊന്നും, അതായത് നമുക്ക് വേണ്ടുന്ന, മലയാളികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അവിടെ കടകൾ കാണും, ചെറിയ കടകളൊക്കെ കാണത്തുള്ളൂ. പക്ഷേ അവിടെ ആഹാര സാധനങ്ങൾ അതുപോലെ വളരെ ലിമിറ്റഡ് ആയിരിക്കും ആ കടകളിൽ. നമുക്കെല്ലാം ആവശ്യമുള്ള എല്ലാം കിട്ടണമെന്നില്ല. അപ്പം അപ്പോൾ അവർ ചെയ്യുന്നത്, ഈ ഐലൻഡിലുള്ളവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കടകളിൽ നിന്നും ബോട്ട് പോകും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ബോട്ട് ഐലൻഡിൽ പോകും. അപ്പം അവർ ആ ബോട്ടിൽ നിന്നും അങ്ങനത്തെ സാധനങ്ങൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതപ്പം നമുക്ക് ഇപ്പോൾ ഐലൻഡിലുള്ള മലയാളികൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരപ്പം ഈ ഈവനിങ് ഫുഡ് പോലുള്ള കടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്, എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ സാധനങ്ങൾ ഈ കടയിൽ നിന്നും ബോട്ട് മുഖാന്തരം
ആ ദ്വീപിൽ എത്തിച്ചു കൊടുക്കും. ഓക്കെ, പിന്നെ അപ്പോൾ അവർ ആ ദ്വീപിൽ നിന്ന് അതങ്ങ് ആ ബോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്താൽ മതി നമ്മുടെ ആഹാര സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമായിരുന്നു. അതായത് നമുക്ക് വിളിച്ച് ഇവിടെ പറയുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും, മലയാളികൾക്ക് ആവശ്യമുള്ള എന്ത് ആഹാര സാധനങ്ങളും ഇവർ എത്തിച്ചവിടെ തരും. അതൊരു വളരെ ഒരു ഉപകാരമുള്ള സാധനമാണ്. കാരണം നമ്മൾ ദ്വീപിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ കിട്ടുന്ന വെച്ച് മാത്രമേ നമുക്ക് കഴിയാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഇപ്പം ഒരു ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയുടെയോ വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇപ്പം തുമര അല്ലെങ്കിൽ ഉഴുന്ന് അതൊന്നും അവിടെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞാൽ ഇവർ കപ്പലിൽ അവിടെ അല്ലെങ്കിൽ കപ്പലിലല്ല ബോട്ടിൽ അവിടെ എത്തിച്ചു തരും. നമ്മൾ പോയി അവിടെ നിന്ന് മേടിച്ചാൽ മാത്രം മതി. അപ്പം ഇന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ദിവസം ഒരു ദിവസത്തിനുള്ളിൽ ഇവർ ആ സാധനങ്ങൾ അവിടെ എത്തിച്ചു തരും. അപ്പോൾ ആ സാധനം കിട്ടാത്തതുകൊണ്ട് നമുക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ അതൊരു നല്ലൊരു അനുഗ്രഹമാണ് ഈ മലയാളി കഫേ അല്ലെങ്കിൽ മലയാളി ഫുഡ് എന്ന് പറഞ്ഞൊരു കട ഇവിടെ ഉള്ളത്. വളരെ മലയാളികൾക്ക്, അതായത് പ്രത്യേകിച്ചും ദൂരെ മാലദ്വീപ്സിൻ്റെ ദ്വീപുകളിലൊക്കെ താമസിക്കുന്ന മലയാളികൾക്ക് വളരെ ഒരു ആശ്വാസമാണ് ഈ ഒരു കട എന്ന് പറയുന്നത്. കാരണം അവർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ആഹാരങ്ങൾ, അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവിടെ കിട്ടാത്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് മാലദ്വീപ്സിൻ്റെ വേറൊരു വിശേഷവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.